ക്രിക്കറ്റർമാർക്ക് പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ഫോഴ്സ് വരുന്നു എന്നുള്ളത് ഒട്ടും കായികം എന്നുള്ള ആ വാക്കിനെ നമ്മൾ കലാകായിക മേഖലയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ വിലക്കുകൾക്ക് അതീതമായ ഒരു കാര്യമായിട്ടാണല്ലോ. അതിന് ഒരുപക്ഷെ താരങ്ങൾക്ക് തന്നെ സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നു. എന്തിനാണ് ഹസ്തദാനം ചെയ്തതിൽ എന്താണ് പ്രശ്നം? അതാണ് ഞാൻ പറയുന്നത്. ഇതിൽ ചിലർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഈ മത്സരം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് കപിൽ ദേവ് പറഞ്ഞൊരു വാചകം, പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ക്രിക്കറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കാം. ആ തരത്തിൽ ചിന്തിക്കാൻ അന്നത്തെ കായിക താരങ്ങൾക്ക്, അന്നത്തെ ക്രിക്കറ്റർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ വിവാദങ്ങളിലേക്ക് അനാവശ്യം, വേണമെങ്കിൽ കപിൽ ദേവിന് ഈ സമയത്ത് വേണമെങ്കിൽ അത് പറയാം. പക്ഷെ അദ്ദേഹം പറയുന്നത് കളിക്കാരോട് നിങ്ങൾ കളിയെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. ICCയുടെ നിയമങ്ങൾ വെച്ചാണ്, ഈ ആന്റി പൈക്രോഫ്റ്റിന്റെ വിലക്കിന്റെ സംബന്ധിച്ചാണ് പാകിസ്ഥാൻ വലിയ തർക്കം ഉണ്ടാക്കുന്നത്. കാരണം പൈക്രോഫ്റ്റിനെ മാറ്റണമെന്ന്. ആ വിഷയത്തിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം അത്ര വലിയ കുറ്റവാളിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന് വേറെ നിവൃത്തിയില്ല. ഒരാൾ കൈകൊടുക്കാൻ തയ്യാറില്ല എന്നുള്ള കാര്യം തുടക്കത്തിൽ നമ്മൾ തന്നെ വിചാരിച്ചു, അതായത് ICC മാച്ച് റഫറിയുടെ ഭാഗത്ത് എന്താണ് അതിനകത്തൊരു പിഴവെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ പിന്നീട് ഈ വിവരങ്ങൾ പിന്നീട് പുറത്തു വന്നപ്പോഴാണ് അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതെ, അദ്ദേഹത്തിന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ടാണ് ICC ഒരു കടുത്ത നിലപാടിലേക്ക്. അതായത് ഈ BCCI അല്ലെങ്കിൽ പാക് കൺട്രോൾ ബോർഡൊക്കെ പോലുള്ള ബോഡികളുണ്ടല്ലോ, ഈ ബോഡികളിലൂടെയാണ് ഈ പൊളിറ്റിക്സ് കടത്തിവിടുന്നത് പലപ്പോഴും. ഈവൻ ഇപ്പോൾ പാക് ക്രിക്കറ്റ് താരങ്ങൾക്ക് പോലും ഈ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ സമീപനത്തിൽ അവരുടെ ബോഡി ലാംഗ്വേജ് പോലും ആ രാജ്യത്തിൻ്റെ മറ്റൊരു താല്പര്യത്തിന് വേണ്ടി മാറ്റേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അവരും എന്താ പറയുക, വേറെ തരത്തിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളി പെരുമാറേണ്ട അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. മറ്റൊരു സങ്കടകരമായ കാര്യം എനിക്ക് ഈ അടുത്ത കാലത്ത് തോന്നിയത്, ഷമി ഒരു ക്യാച്ച് മിസ് ചെയ്താൽ, അല്ലെങ്കിൽ സിറാജ് ഒരു ക്രിക്കറ്റ് കളിക്കുന്നതിനിടയിൽ ഒരു നിർണായകമായ ഒരു ക്യാച്ച് മിസ് ചെയ്താൽ, അല്ലെങ്കിൽ അവസാന ബോളിൽ സിറാജിനെ സിക്സർ അടിച്ചിട്ടോ ഷമിയെ സിക്സർ അടിച്ചിട്ടോ ആണ് ഒരുപക്ഷെ പാകിസ്ഥാൻ ജയിക്കുക എന്ന് വെച്ചാൽ, അതിനെയൊക്കെ വേറെ തരത്തിൽ വ്യാഖ്യാനിക്കുന്ന അവസ്ഥയിലേക്ക് ക്രിക്കറ്റിന് ആളുകൾ തന്നെ തെറ്റായ തരത്തിലേക്കുള്ള ആ ഒരു വിഭാഗം ചെയ്യുന്ന ആ പ്രവൃത്തി ഇല്ലാതിരിക്കണം. സ്പോർട്സിന്റെ മൊത്തം സ്പിരിറ്റിനെ കളയുന്നതാണ്. പഹൽഗാമിൽ ആക്രമണം ഉണ്ടാവുന്നെങ്കിൽ അതിന് രാഷ്ട്രീയമായ പ്രതികരണം ഉണ്ടാവേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായിട്ടുണ്ട്. അത് നയതന്ത്ര തരത്തിൽ തീർക്കേണ്ട കാര്യമാണ്. പക്ഷെ ഒരു ഹസ്തദാനം എങ്കിലും സാധ്യമാകേണ്ട തരത്തിലേക്ക് ഈ കലാകായിക രംഗത്തല്ല, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യൻ ആരാധകർ ഏറ്റവും കൂടുതലുള്ള ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് വരേണ്ടത് ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ഈ 21-ാം തീയതി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തൊരു മത്സരം വരുന്നു. അവിടെയെങ്കിലും ഈ കൈകൊടുക്കൽ ഉണ്ടാകുമോ, ഒരു ഹസ്തദാനം വീണ്ടും ഉണ്ടാകുമോ, ഒരു മഞ്ഞുരുകൽ നമ്മൾ പ്രതീക്ഷിക്കാമോ എന്നതൊക്കെയാണ് എന്തായാലും കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പ്രശ്നങ്ങൾ ഈ തരത്തിൽ കൊണ്ടുപോകുന്നത് എന്തായാലും ക്രിക്കറ്റ് എന്നല്ല, കായിക മേഖലയ്ക്ക് ഒന്നും ഭൂഷണമല്ല, നല്ലതുമല്ല. ഇതിന് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത് അത്യാവശ്യവുമാണ്. അതിന് ക്രിക്കറ്റ് ബോർഡുകൾ എന്തായാലും മുൻകൈ എടുക്കണം എന്നാണ് സ്പോർട്സ് ടോക്കിന് പറയാനുള്ളത്. നമസ്കാരം.